അങ്ങനെ ഞാനും ഉണ്ടാക്കിയൊരു കേക്ക്. പക്ഷെ കഴിക്കാൻ പറ്റൂല. പിന്നെ ഈ സാധനം എന്തിനാണ് എന്താണെന്നൊക്കെയല്ലേ, വേറൊന്നുമല്ല, നമ്മുടെ പഴയ ക്രീമിൻ്റെ ഒരു ഡബ്ബയായിരുന്നേ. അതിനെ ഈ കോലത്തിലുള്ള ഒരു ജ്വല്ലറി ബോക്സ് ആക്കി ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇൻസ്പോ വേറെ എവിടുന്നുമല്ല, പിൻട്രസ്റ്റിൽ നിന്ന് തന്നെയാണ് കേട്ടോ. ഞാൻ ഒരിടയ്ക്ക് എപ്പോൾ പിൻട്രസ്റ്റ് തുറന്നാലും ഇതിൻ്റെ ഒരു വീഡിയോ എൻ്റെ ഫീഡിൽ വരുമായിരുന്നു കേട്ടോ. അപ്പോഴൊക്കെ ഞാൻ ഓർത്തു, എൻ്റെ ദൈവം ഇതൊക്കെ എങ്ങനെ ഇവരുണ്ടാക്കണേ, എന്തൊരു ഭംഗി, ഇതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര പാടല്ലേന്ന്. എന്നാലും ഞാൻ അതിനെ ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കഴിഞ്ഞ ദിവസം വീട് ക്ലീൻ ആക്കിയപ്പോഴാണ് ദാ ഈ ക്രീമിൻ്റെ ബോക്സ് കിട്ടുന്നത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഓർമ്മ വന്നത് ഈ കേക്കാണ്. പിന്നെ ഒന്നും നോക്കില്ല, രണ്ടും കൽപ്പിച്ച് അങ്ങ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ എനിക്ക് നല്ല എളുപ്പമായിട്ട് തോന്നി കേട്ടോ. തുടങ്ങിയപ്പോൾ മാത്രമല്ല, തീർന്നപ്പോൾ ഈ സാധനം നല്ല എളുപ്പമായിരുന്നു. ആ ക്രീമിൻ്റെ ബോക്സ് ഒന്ന് പെയിൻറ്റ് അടിച്ചെടുത്തു. പിന്നെ അതിൻ്റെ മേലെയൊക്കെ വെക്കാനുള്ള ഡെക്കറേഷനൊക്കെ നമ്മൾ ക്ലേയും കൊണ്ടായിരുന്നു കേട്ടോ ചെയ്തത്. ആ സാധനങ്ങളും പെയിൻറ്റ് അടിച്ചെടുക്കുക, എല്ലാം കൂടി അങ്ങ് അറേഞ്ച് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. ഈ ക്ലേ കൊണ്ടുള്ള സാധനങ്ങളൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അത് ഏത് ഗ്ലൂ ആണെന്ന് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ B7000 ആണ് കേട്ടോ. ഞാൻ ഒരുവിധം എൻ്റെ എല്ലാ ക്രാഫ്റ്റിനും യൂസ് ചെയ്യുന്നത് ആ ഗ്ലൂ തന്നെയാണ്. ഇത് ഉണ്ടാക്കുന്ന സ്റ്റെപ്സ് ഒക്കെ സിമ്പിൾ ആണെങ്കിലും ഉണ്ടാക്കാൻ കുറച്ചധികം സമയം എടുത്തു കേട്ടോ. വേറൊന്നുമല്ല, ഈ ക്ലേയും കൊണ്ടുള്ള സാധനങ്ങളൊന്നും ഉണങ്ങിയൊക്കെ കിട്ടാനുള്ള സമയവും അതുപോലെ തന്നെ പെയിൻ്റൊക്കെ അടിച്ചെടുക്കാനുള്ള സമയം കേട്ടോ. പക്ഷെ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടല്ലോ, എൻ്റെ അടുത്തെന്നല്ല, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇതിനേക്കാളും ഭംഗിയുള്ള ഒരു ജ്വല്ലറി ബോക്സ് കണ്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്, നമ്മുടെ ഗിവ് അവേയുടെ കാര്യം മറക്കണ്ട. ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, ഓടിപ്പോയി ചെക്ക് ചെയ്തോ.